മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പത്തനംതിട്ട ചരൽക്കുന്നിൽ യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കി അതിക്രൂരമായി മർദ്ദിച്ചു. ആലപ്പുഴ റാന്നി സ്വദേശികളെ കെട്ടിത്തൂക്കി മർദ്ദിച്ചു എന്നാണ് എഫ്ഐആർ. ദമ്പതികളായ ജയേഷ്, രശ്മി എന്നിവർ പിടിയിലായി. സൗഹൃദം നടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ റാന്നി സ്വദേശി 24നോട് പറഞ്ഞിരിക്കുന്നത്. ദമ്പതികൾ മനോവൈകൃതമുള്ളവർ എന്ന് പോലീസ് പറയുന്നു. AV ജയശങ്കറുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഈ എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അതിക്രൂര മർദ്ദനമെന്നാണല്ലോ അല്ലേ? പത്തനംതിട്ടയിലാണ് ഈ അതിക്രൂര മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. ചരൽക്കുന്നിലാണ് യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കി അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. ആലപ്പുഴ റാന്നി സ്വദേശികൾക്കാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റത്. അവരെ കെട്ടിത്തൂക്കി മർദ്ദിച്ചുവെന്നാണ് പോലീസ് എഫ്ഐആറിൽ ഇപ്പോൾ പറയുന്നത്. ദമ്പതികളായ ജയേഷ്, രശ്മി എന്നിവരാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ AV ജയശങ്കറാണ് ചേർന്നത്. ജയശങ്കർ, എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നു പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? ജയശങ്കർ. ഉന്മേഷ്, അതിക്രൂരമായ പീഡനം എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനപ്പുറത്തേക്കുള്ള സൈക്കോത്തരം നടന്നു എന്നാണ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ജയേഷ്, രശ്മി ദമ്പതികൾ അവരുടെ സൗഹൃദ വലയത്തിലുള്ള ആളുകളെ ചരൽക്കുന്നിലെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നാണ് ഇത്തരത്തിൽ കെട്ടിത്തൂക്കിയൊക്കെ ക്രൂരമായി മർദ്ദിക്കുകയും സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഈ സ്റ്റാപ്ലർ പിന്നെ അടിക്കുകയും ചെയ്ത് ഈ സംഭവങ്ങളൊക്കെ നടത്തി ക്രൂരതയൊക്കെ നടത്തിയ ശേഷം റാന്നി, ആലപ്പുഴ സ്വദേശികളായ 2 യുവാക്കളെ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഒരു റാന്നി സ്വദേശിയെ ഇത്തരത്തിൽ ഇവർ ക്രൂരപീഡനത്തിന് ഇരയാക്കി റോഡരികിൽ തള്ളി. അതിനുശേഷം ഈ റാന്നി സ്വദേശി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ആ ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ ഇൻറ്റിമേഷൻ നൽകിയനുസരിച്ച് ആറന്മുള പോലീസ് അവിടെ എത്തുകയും ഈ യുവാവിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ പോലീസിന് ആ ഘട്ടത്തിൽ സംശയം തോന്നി. പിന്നീട് പോലീസ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ടെങ്കിലും തുടർ ചോദ്യം ചെയ്യൽ നടന്നു. ആറന്മുള SIയുടെയും CIയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. ഈ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഈ രശ്മിയും ഈ ജയേഷും നടത്തി ഇത്തരം ക്രൂര പീഡനങ്ങളെക്കുറിച്ച് ഈ റാന്നി സ്വദേശിയായ യുവാവ് പോലീസിനോട് തുറന്നു പറയുന്നത്. അതിക്രൂരത, അത്രമാത്രം ക്രൂരത നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇത്തരത്തിൽ യുവാവിനെ വീട്ടിൽ കൊണ്ടുവന്നു. അതിനുശേഷം ക്രൂരമായി ഈ നഖത്തിൻ്റെ ഇടയിലൊക്കെ സൂചിയും മറ്റും കയറ്റി ക്രൂരമായി മർദ്ദിച്ചു, ക്രൂരത കാണിച്ചു. അതിനുശേഷം ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസിലോ പരാതിയോ മറ്റോ ആയി പോയി കഴിഞ്ഞാൽ വലിയ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. ഇത് പുറത്തുവിടുന്നതൊക്കെ ഭീഷണിപ്പെടുത്തി പുറത്തേക്ക് തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇവർ ഇതിനെ ഹണി ട്രാപ്പിൻ്റെ പേരിൽ മറ്റു തരത്തിലുള്ള വൈകൃതം കാണിച്ചു എന്നാണ് പോലീസ് എന്തായാലും നിലവിൽ പറയുന്നത്. എന്തായാലും ഈ റാന്നി സ്വദേശി നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്ന സാഹചര്യമാണുള്ളത്. അദ്ദേഹം പറയുന്നത് ജയേഷ് തങ്ങളുടെ സുഹൃത്തായിരുന്നു. ഒരു നിമിഷം, ആ മർദ്ദനമേറ്റ റാന്നി സ്വദേശിയുടെ പ്രതികരണത്തിലേക്ക് കൂടി ഒന്ന് പോയതിനു ശേഷം ജയശങ്കറിലേക്ക് എത്താം. പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും എന്നോട് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. നേരത്തെ മുതൽ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. നേരത്തെ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളാണ്. നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. രണ്ടുപേരും വളരെ സൗഹൃദമായിട്ടാണ് വിളിച്ചു വരുന്നത്. തിരുവോണത്തിൻ്റെ അന്നൊരു 4 മണിയായപ്പോൾ ഇവിടുന്ന് ഞാൻ പോകുന്നത്. കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ചേച്ചി എന്താ പറയാ, ഈ പെപ്പർ സ്പ്രേയും വേറെന്തോ കൂട്ടിയിട്ട് മുഖത്തടിച്ചിട്ട് പെട്ടെന്നൊരു മർദ്ദനം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. തുടർന്ന് രശ്മി ഒരു ഷാൾ എടുത്തുകൊണ്ട് വന്നിട്ട് കൈ കെട്ടി കയറും കൂടെ കൂട്ടി കെട്ടി എന്നെ കെട്ടി തൂക്കി. പെപ്പർ സ്പ്രേയുടെ അടിച്ചാൽ നമുക്ക് എന്താ കുറ്റം സംഭവിക്കുന്നത് എനിക്കൊന്നും പിടുത്തം കിട്ടിയില്ല. വലിച്ച് തൂക്കിയിട്ട് പിന്നെ ക്രൂരമർദ്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാവുന്നുണ്ട് അങ്ങേയറ്റം. ശരിക്കും മർദ്ദിച്ചിട്ട് അത് രശ്മിയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതിന്റെ കൂടെ എന്താ പറയാ, ഓരോ സാധനങ്ങൾ, കമ്പികടി, പിന്നെ സ്റ്റാപ്ലർ, പിന്നെ മുട്ടസൂചി, പൈപ്പ് റേഞ്ച്, ഓരോ ഐറ്റംസ്, സൈക്കിളിന്റെ ചെയിന്, ഇതൊക്കെ രശ്മി എടുത്തുകൊണ്ട് വരും. രശ്മി ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. നിനക്ക് പറയുന്ന പോലെ, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ തീർത്ത് കളയും, വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നതാണ്. വാ മൂടി കെട്ടിയേക്കുവാണ്, വാ മൊത്തം തോർത്തിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയേക്കുക, തോർത്ത് ഒരു തുണിയിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയേക്കുക. ജയശങ്കർ തുടരുന്നുണ്ട്. ജയശങ്കർ, ഈ നേരത്തെ സൗഹൃദമുള്ള ആളുകളാണല്ലോ, അപ്പോൾ ഈ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു മർദ്ദനം കരുതിക്കൂട്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു? പക്ഷേ സൗഹൃദത്തിന്റെ പേരിൽ എന്ന് കരുതി അവരവിടെ എത്തുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്? ജയശങ്കർ, അതായത് സൗഹൃദത്തിൻ്റെ പേരിൽ വിളിച്ചു വരുത്തി അതിക്രൂരമായി പീഡിപ്പിക്കുക, ഹണി ട്രാപ്പ് എന്നതിനെ ആക്കി വരുത്തുക, അതാണ് ഈ പ്രതികൾ ചെയ്തിരുന്നത്. ഇവർക്ക് മാനസിക വൈകൃതം ഉണ്ടെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. കാരണം അത്രമാത്രം ക്രൂരത ഇങ്ങനെ യുവാക്കളെ കൊണ്ട്. ജയശങ്കർ, ഒരു നിമിഷം ജയശങ്കർ, ഇപ്പോൾ ആ മർദ്ദനമേറ്റ യുവാക്കളിൽ ഒരാൾ നമ്മോടൊപ്പം ടെലിഫോണിൽ വേണ്ടി ചേരുന്നുണ്ട്. കേൾക്കാമല്ലോ അല്ലേ? ആ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. എത്താം. ജയശങ്കർ തുടർന്നുള്ളൂ.
അങ്ങനെ വീട്ടിൽ കൊണ്ടുപോവുക, അതിനുശേഷം ഈ ദമ്പതികൾ ക്രൂരമായി പീഡിപ്പിക്കുക, പിന്നീട് നിർബന്ധിച്ച് ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഏറെ നാളായി ഈ ബന്ധമുണ്ട്, അത്തരത്തിലൊക്കെ പറയിപ്പിക്കുക. അതിനുശേഷം ഇവരുടെ മൊബൈൽ ഫോണും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ വാങ്ങിയ ശേഷം എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഉപേക്ഷിക്കുക. ഇതായിരുന്നു ഈ പ്രതികൾ കാട്ടിക്കൂട്ടിയത്. എന്തായാലും ഈ റാന്നി സ്വദേശി തന്നെ ഇക്കാര്യത്തിൽ പറയുന്നത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ജയേഷിന്റെ വീട്ടിലേക്ക് പോയത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് മറ്റൊരു ജയേഷിനെയായിരുന്നു. അവർക്ക് വീട്ടിൽ ആഭിചാരമോ മറ്റ് ക്രിയകളോ ഒക്കെ നടത്തുന്നുണ്ടെന്നൊരു സംശയം ഇദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ നിലവിൽ അന്വേഷിച്ചു വരുന്നേ ഉള്ളൂ. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചുകൊണ്ട് ഈ ഹണി ട്രാപ്പ് ക്രൂരതയെക്കുറിച്ച് പോലീസ് നിലവിൽ വിശദമായൊരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കൂടുതൽ പേരെ ഇവർ ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടോ, ഇനി കൂടുതൽ പേരെ ലക്ഷ്യമിട്ടിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ ഈ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പേരിലേക്ക് ഇവർ ഈ സൗഹൃദ വലയം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ക്രൂരത കാണിച്ചോ എന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. പക്ഷേ ഈ നിമിഷത്തിൽ അതിനുള്ളൊരു വ്യക്തത എന്തായാലും നൽകാൻ കഴിയില്ല. അത്രമാത്രം വലിയൊരു ക്രൂരത ഈ രണ്ട് യുവാക്കൾ, ആലപ്പുഴ റാന്നി സ്വദേശികളായ രണ്ട് യുവാക്കൾ നേരിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ റാന്നി സ്വദേശി, നേരത്തെ നമ്മോട് സംസാരിച്ച റാന്നി സ്വദേശി അത്രമാത്രം ആരോഗ്യപരമായി ദുർബലാവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ നട്ടലിനുൾപ്പെടെ ഗുരുതരമായ പരിക്കുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം പരാതി നൽകാതിരുന്നത് ഈ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്ത് പ്രചരിപ്പിക്കും, ജീവിതം നശിപ്പിക്കും, കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന ഈ പ്രതികളുടെ ഒരു ഭീഷണി തുറന്നാണ് ഇദ്ദേഹം മൊഴി മാറ്റി പറഞ്ഞ് കഥ വേറെ വഴിക്ക് തിരിച്ചുവിട്ടത്. പക്ഷേ പിന്നീട് ഈ ആറന്മുള SIയുടെ ഒക്കെ നേതൃത്വത്തിൽ കൃത്യമായ ചോദ്യം ചെയ്യൽ നടന്നു. അങ്ങനെയാണ് ഇദ്ദേഹം യഥാർത്ഥ കാര്യം പോലീസിനോട് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഈ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പോലീസാണ് തനിക്കൊരു പുതിയ ജീവൻ തന്നത്, പോലീസാണ് തന്നെ രക്ഷിച്ചതെന്നാണ് ഈ റാന്നി സ്വദേശി പറയുന്നത്. കാരണം കേരള പോലീസ് ഇല്ലായിരുന്നെങ്കിൽ താൻ ഒരുപക്ഷെ ഇന്നിങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്നും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അത്രമാത്രം ഒരു ഇടപെടൽ ആറന്മുള പോലീസ് ഇക്കാര്യത്തിൽ നടത്തി. കാരണം കേവലം ഒരു വധശ്രമത്തിന് എടുക്കേണ്ട കേസ് ഒരു വധശ്രമ കേസായി അവസാനിക്കേണ്ട സംഭവത്തിൽ സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആറന്മുള പോലീസ് വിശദമായ അന്വേഷണം നടത്തി, ചോദ്യം ചെയ്യൽ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മറ്റൊരു ക്രൂര സൈക്കോ പീഡന കഥയിലേക്ക്. ഇപ്പോൾ ആ പോലീസ് ഇടപെടലാണ് ഈ ക്രൂര മർദ്ദനം സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറം ലോകത്ത് എത്തിക്കാൻ കാരണമായി മാറിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു AV ജയശങ്കർ. ഒരു ഇടവേളയിലേക്ക് കൂടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.